രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസും അപേക്ഷ നൽകി. പൂജപ്പുര ജില്ലാ ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ രാഹുൽ നിരാഹാര സമരം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വ്യക്തിഗത വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ ഇന്നലെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. ACJM കോടതി ജാമ്യം നിഷേധിച്ചത് വീഡിയോ പരിശോധിക്കാതെയാണെന്ന് പറഞ്ഞാണ് രാഹുൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതിജീവിതയുടെ പേര് പരാമർശിക്കുകയോ ചിത്രം പങ്കുവെക്കുകയോ ചെയ്തിട്ടില്ലെന്ന മുൻവാദങ്ങളും രാഹുൽ ആവർത്തിക്കുന്നു. കസ്റ്റഡി ആവശ്യപ്പെട്ട പോലീസിന്റെ അപേക്ഷ നാളെ തിരുവനന്തപുരം ACJM കോടതി പരിഗണിക്കും. രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും തെളിവെടുപ്പ് പൂർത്തിയാക്കാനുണ്ടെന്നുമാണ് അപേക്ഷയിൽ പറയുന്നത്. മെഡിക്കൽ ഓഫീസറുടെ സേവനം ജില്ലാ ജയിലിൽ ഇല്ലാത്തതിനാലാണ് നിരാഹാരം തുടരുന്ന രാഹുലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ആദ്യം അറസ്റ്റ് നടക്കട്ടെ, പിന്നീട് വകുപ്പുകൾ തീരുമാനിക്കാമെന്ന നിലപാടാണ് കേസിൽ പോലീസ് സ്വീകരിച്ചതെന്ന് രാഹുലിന്റെ ഭാര്യ ദീപ പറഞ്ഞു. ഒരു നോട്ടീസാണോ ഹാജരാകണം എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടീസോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ കോടതിയിൽ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞു, നമ്മൾ കൈപ്പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ഫുൾ കള്ള കേസാണ്. എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞിരിക്കുന്ന കള്ളമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്ത് പോസ്റ്റിട്ട 20 പേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തു. എറണാകുളത്ത് 2ഉം ഇടുക്കിയിൽ 1 കേസുമാണുള്ളത്. ഇതുവരെ കേരളത്തിലാകെ 20 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.